ഇന്ന് മോർണിംഗ് എഴുന്നേറ്റപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. മഴയുണ്ടോയെന്ന് ചോദിച്ചാൽ മഴയുണ്ട്, മഴയില്ലേന്ന് ചോദിച്ചാൽ മഴയില്ല. അപ്പം തന്നെ ഒരാഗ്രഹം പൊന്മുടിക്ക് പോയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് അങ്ങ് വിട്ട് നേരെ പൊന്മുടിക്ക്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 80 കിലോമീറ്റർ പൊന്മുടിക്കുള്ളൂ. അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് ആറ്റിങ്ങൽ വിട്ടു. അവിടുന്ന് നേരെ വെഞ്ഞാറമൂട്, പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പൊന്മുടി റൂട്ട് പിടിച്ചു. ഞങ്ങൾ ബൈക്കിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ട്രിപ്പ് പോകാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ നേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലത്താണ്. അങ്ങോട്ടേക്ക് പോകുന്നതോറും അത്യാവശ്യം നല്ല രീതിക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ ഒരു കടയിൽ നിന്ന് 100 റുപ്പീസിൻ്റെ മറ്റേ റെയിൻകോട്ടൊക്കെ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. നല്ല മഴയായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് കോട ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഇൻസ്റ്റാ ഫീഡിൽ പൊന്മുടി ഹിഡൻ സ്പോട്ട് എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് റീൽസ് വരുന്നുണ്ടെന്ന്. അപ്പോഴേ ഞാൻ ഉറപ്പിച്ച് അങ്ങോട്ടേക്ക് പോകണമെന്ന്. പൊന്മുടി ഹെയർ പിൻ കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് കോടയൊക്കെ കാണുന്നുണ്ടായിരുന്നു. ആ ഒരു ചെറിയ മഴയും ഈ ഒരു കോടയും എൻ്റെ പൊന്നെ വേറെ വൈബായിരുന്നു. ഞങ്ങൾ പോയത് ഒരു സൺഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വീക്കെൻഡിൽ പോവാതെ വീക്ക് ഡേയ്സിൽ പോകാൻ നോക്കുക. പോകുന്ന വഴിക്ക് ഇതായി ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്നൊരു ബോർഡ് കാണാം. അതിന് താഴോട്ടുള്ള വഴിയിലോട്ട് പോയാൽ മതി. അപ്പം നിങ്ങൾക്ക് ആ ഹിഡൻ സ്പോട്ടിലോട്ട് എത്തിപ്പെടാൻ പറ്റും. സത്യം പറഞ്ഞാൽ ആ വീഡിയോസിലൊന്നും കാണുന്ന അത്ര ഹൈപ്പൊന്നും ഇല്ല ഹിഡൻ സ്പോട്ടിന്. ചുമ്മാ കുറച്ച് സ്റ്റെപ്പുണ്ട്, കുറച്ച് കാടും പടലും ഉണ്ട്, അത്രയൊക്കെ ഉള്ളൂ. ആ സ്റ്റെപ്പും കുറച്ച് മരങ്ങൾ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കുറച്ച് കോടയൊക്കെ വരുമ്പോൾ കാണാൻ കുറച്ചൊരു ഭംഗിയുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഒന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാൽ പൊന്മുടിയുടെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ലായിരുന്നു. എന്നാ കോടയായിരുന്നറിയോ, എന്ത് തണുപ്പായിരുന്നു. ഓരോ ഹെയർ പിൻ കയറുമ്പോൾ ഇങ്ങനെ കോട കൂടി വരുമായിരുന്നു. അതിനനുസരിച്ച് നല്ല രീതിക്ക് ബ്ലോക്കും ഉണ്ടായിരുന്നു. കണ്ടോ ആ ബ്ലോക്ക്? നിങ്ങൾ കണ്ടോ? ഇത്രയും ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ ഹിൽ ടോപ്പിലോട്ട് പോകാൻ നിന്നില്ല. ഞങ്ങൾ വിചാരിച്ച് തിരിച്ചിറങ്ങിയിട്ട് നേരെ പോയി ചായ കുടിക്കാമെന്ന്. പൊന്മുടിക്ക് വന്നാൽ ചായയും മാഗിയും മസ്റ്റാണേ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്ലോക്കിലൊക്കെ പോയിട്ട് പൊന്മുടി എത്താൻ തന്നെ ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയും മാഗിയും ബ്രെഡ് ഓംലെറ്റും ഒക്കെ പറഞ്ഞ് അതും വാങ്ങി കഴിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നിന്നപ്പോഴത്തേക്ക് ഞാൻ ചാമ്പയ്ക്കയും കണ്ടു. പിന്നെ അവിടെ പോയി ആ ചാമ്പയ്ക്കയും വാങ്ങി, തേനെല്ലിക്കയും ഞാൻ വാങ്ങി. അങ്ങനെ ആ മേളമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങാമെന്ന് കരുതി. അങ്ങോട്ട് കയറുന്നതിനെക്കാട്ടി കോടയായിരുന്നു തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പൊന്മുടി വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് കേട്ടോ. രക്ഷയില്ല. പോകേണ്ടവരൊക്കെ വേഗം പൊക്കോളൂ. പിന്നെ വീക്കെൻഡിൽ പോകാതിരിക്കുക, വീക്ക് ഡേയ്സിൽ മാത്രം പോവുക. വീക്കെൻഡിൽ പോവുകയാണെങ്കിൽ ഞങ്ങളെപ്പോലെ പോയിട്ട് പാതി വഴി വെച്ച് തിരിച്ചു വരേണ്ടി വരും. ബ്ലോക്കിൽ പെട്ടങ്ങ് ഹിൽ ടോപ്പ് വരെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഊപ്പാട് വന്നേനെ. അപ്പം ഞങ്ങൾ കരുതി വേറൊരു ദിവസം വീണ്ടും വരാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.